വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കുറഞ്ഞത് 21 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ഇസ്ലാമിക തീവ്രവാദി ശത്രുവായ ഹമാസ് ഉപയോഗിക്കുന്ന കമാൻഡ് സെക്ടറുകളുടെ ലക്ഷ്യം വെച്ചതോടെയാണ് പോരാട്ടം രൂക്ഷമായത്. എൻക്ലേവിലെ 8 ചരിത്രപ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ നുസാറത്തിലെ 2 വീടുകളിൽ ഇസ്രായേൽ നടത്തിയ 2 ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 13 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2 അക്രമങ്ങളെക്കുറിച്ചും ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗാസ സിറ്റിയിലെ തുഫ അയൽപ്പക്കത്തുള്ള പാലസ്തീൻ കുടുംബങ്ങൾക്ക് അഭയം നൽകുന്ന സ്കൂളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ കുറഞ്ഞത് 7 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വിദഗ്ധർ കൂട്ടിച്ചേർത്തു. മുമ്പ് അൽ ഷജയ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന ഒരു കോമ്പൗണ്ടിൽ ഉൾച്ചേർത്ത കമാൻഡ് സെന്ററിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. സിവിലിയൻ ജനതയെയും സൗകര്യങ്ങളെയും സൈനിക ആവശ്യങ്ങൾക്കായി ഹമാസ് ഉപയോഗിക്കുന്നതായി അവർ ആരോപിച്ചു. അത് ഹമാസ് നിഷേധിക്കുകയും ചെയ്തു. ടാങ്ക് വിരുദ്ധ റോക്കറ്റുകൾ, മോർട്ടോർ ഫയർ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ പോരാളികൾ ഗാസയിലെ പല പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഇസ്രായേലി സൈന്യയെ ആക്രമിച്ചതായി ഹമാസിന്റെ ഇസ്ലാമിക് ജിഹാദിന്റെ മറ്റ് ചെറിയ തീവ്രവാദി വിഭാഗങ്ങളുടെ സായുധ വിഭാഗങ്ങൾ പ്രത്യേക പ്രസ്താവനകളിൽ അറിയിക്കുകയും ചെയ്തു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായി തങ്ങളുടെ പാരാട്രൂപ്പർമാരും കമാൻഡോകളും തീവ്രമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ലെബനൻ ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതോടെയാണ് ഗാസയിൽ വീണ്ടും അക്രമം വർദ്ധിച്ചത്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വിനാശകരമായ വ്യോമാക്രമണത്തെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഗാസയിലെ യുദ്ധത്തിൽ അതിന്റെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുവാൻ തുടങ്ങി. 1200 പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ഇസ്രായേൽ പറയുന്ന ആക്രമണം ഗാസയെ തകർത്ത യുദ്ധത്തിന് കാരണമായി. അതിന്റെ 2.3 ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും പലായനം ചെയ്യുകയും 41,600-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതായി ഗാസ ആരോഗ്യ അധികാരികൾ പറഞ്ഞു. ഇസ്രായേലിന്റെ ശ്രദ്ധ ലെബനനിലേക്ക് മാറ്റുന്നത് ഗാസയിലെ സംഘർഷം നീണ്ടു നിൽക്കുമെന്നും തങ്ങൾ ഭയപ്പെടുന്നതായി ചില പാലസ്തീനികൾ അറിയിച്ചു. ഗാസയിൽ അധിനിവേശം, അതിന്റെ കൊലപാതകം തുടരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ ലെബനനിലേക്കാണ്. യുദ്ധം കുറഞ്ഞത് മാസങ്ങളെങ്കിലും തുടരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഗാസ സിറ്റിയിൽ നിന്നുള്ള 5 കുട്ടികളുടെ പിതാവായ സമീർ മുഹമ്മദ് എന്ന വ്യക്തി അറിയിച്ചു. ഗാസ, യമൻ, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ തങ്ങളുടെ ശക്തി കെട്ടഴിച്ചു വിടുന്നതിനാൽ ഇപ്പോൾ എല്ലാം വ്യക്തമല്ല. ഭാവിയിൽ മറ്റെവിടെയെങ്കിലും ദൈവത്തിനറിയാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്യവേ ഷിയ രാഷ്ട്രീയം സ്വേച്ഛാധിപതികളുടെ ഭരണത്തിൽ നിന്നും വളരെ വേഗം മോചിതരാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തന്റെ ഓഫീസ് പുറത്തുവിട്ട 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിലാണ് ഇസ്രായേൽ ഇറാൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നതെന്നും നെതന്യാഹു അറിയിച്ചത്. എല്ലാ ദിവസവും നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു. ലെബനനെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചും ഗാസയെ പ്രതിരോധിക്കുന്നതിനെക്കുറിച്ചും തീക്ഷ്ണമായ പ്രസംഗങ്ങൾ നടത്തുന്നു. എന്നിട്ടും ഓരോ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ അന്ധകാരത്തിലേക്കും ആഴത്തിലുള്ള യുദ്ധത്തിലേക്കും ആഴ്ത്തുകയാണ്, നെതന്യാഹു അറിയിച്ചു. ഇറാനിലെ സ്വേച്ഛാധിപതികൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കാര്യമാക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിൽ ആ നിമിഷം വരുമ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ 2 പുരാതന ജനത, ജൂത ജനത, പേർഷ്യൻ ജനത, ഒടുവിൽ എല്ലാവർക്കും സമാധാനം ലഭിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്ലയെ കൊല്ലപ്പെട്ട ലെബനനിലെ ഇസ്രായേൽ സേനയുടെ ഓപ്പറേഷനെ ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലവും മിഡിൽ ഈസ്റ്റിൽ ഇല്ലെന്നും നെതന്യാഹു ഊന്നി പറയുന്നു. ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനും ഞങ്ങൾ പോകാത്ത ഒരിടവുമില്ല, നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ബലാത്സംഗക്കാരെയും കൊലയാളികളെയും നിങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ നേതാക്കൾ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ കൂടുതൽ അർഹരാണ്. ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് ഇറാനിലെ ജനങ്ങൾക്കറിയാം. ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നുവെന്ന് ഇറാനിലെ ജനങ്ങൾ അറിയണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു.